ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ച് സിഇഒയുടെ ഒരു തന്ത്രത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്കറിയാം, ഹൈറിച്ച് സിഇഒക്ക് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് കടുത്ത ജാമ്യ വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. 4 കേസുകളിലും 4 ജാമ്യം എടുക്കണം എന്ന രീതിയിലൊക്കെയുള്ള വ്യവസ്ഥകളാണ്. അതുപോലെ തന്നെ 4 കേസിലും അടുത്ത എല്ലാ ശനിയാഴ്ചയും 10-നും 11-നും ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാവണം എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ജാമ്യത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇപ്പോൾ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലുള്ള എല്ലാവരും തന്നെ സിഇഒയെ നേരിട്ട് കണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ കേസ് നീട്ടിവെക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇവരുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞത്, പണ്ട് ED കേസിൽ പ്രതാപൻ അറസ്റ്റിലായ സമയത്ത് ബോധക്കേട് അഭിനയിക്കാനും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലാക്കുമെന്നും പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാവിധ ലൂപ്പ് ഹോൾസുകളും എല്ലാവിധ ആനുകൂല്യങ്ങളും എടുക്കാൻ ഇവർ ശ്രമിക്കും. അത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇവർ കേസ് അപ്പീൽ ഫയൽ ചെയ്ത് പല കാര്യങ്ങളും, സ്വന്തം കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയാണ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർക്കറിയാം, ഈ കേസ് വാദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും തോൽക്കും. അപ്പോൾ ലീഡർമാരുടെയും സൊസൈറ്റിക്കാരുടെയും എല്ലാം തന്നെ വസ്തുവകകൾക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അവരൊക്കെ ഈ കേസിൽ പ്രതികളാവും. ആയിരക്കണക്കിന് ആൾക്കാർ ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മണി ചെയിൻ സ്കാമാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്.